ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആണ് കേട്ടോ. അവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇനി മുതൽ മോട്ടിവേഷൻസ് വീഡിയോസ് ഇടുന്നതാണ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. റിപ്പീറ്റ്ലി ചിന്തിക്കുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ കറൻറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത്. എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. 7 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ബാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് അവരങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് ആണെങ്കിൽ ഈ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട്, സൈലൻ്റായി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അവർക്ക് അവിടെ വാല്യൂ കാണിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നു. അത് അവർക്ക് സ്ട്രെസ്ഫുൾ ആകുന്നുണ്ട്. ഇതവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പേഴ്സൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പം ആ പേഴ്സൻ്റെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് കൊണ്ടാണ് അവർ സ്റ്റക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ സൈലൻ്റായി നിൽക്കുന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്. ഓക്കെ, വാല്യുബിൾ പേഴ്സൺസ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റി. തേർഡ് പാർട്ടി സിറ്റുവേഷനാണിത്. ഫസ്റ്റത്തെ കാർഡ് തന്നെ വന്നിട്ടുള്ളത്. സോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവരത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. റിയൂണിയൻ കാർഡാണ്. എന്തായാലും വരും. കാരണം ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകളെല്ലാം ഹാപ്പി മെമ്മറീസ് ആണ്. ഇവരുടെ തോട്ട്സിലൂടെ നിങ്ങളുടെ മെമ്മറീസ് ഒരുപാട് കടന്നു പോവുകയാണ്. ഈ പേഴ്സൺ ഏജ് ഉള്ള ഒരാളായിരിക്കാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഏജ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെച്ചുവേർഡ് അല്ലാത്ത ഒരാളായിരിക്കാം. അതായത് പ്രായമുണ്ട്, ഒരുപാട് ഏജ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണ് ലൈഫിൽ, പക്ഷേ പക്വതയില്ല. തീരുമാനങ്ങൾക്ക് പോലും പക്വതയില്ല. ഒരു കുട്ടിത്തം നിറഞ്ഞ ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ മെമ്മറീസ് ഒരുപാടുണ്ട്. ആ ഒരു പാസ്റ്റ് ഇപ്പോഴും അവരുടെ മൈൻഡിലുണ്ട്. സോ ഈ പേഴ്സൻ്റെ റിയൂണിയൻ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡാണിത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാണ് അവർക്ക്. ആ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ആ മൂന്നാമത്തൊരു പ്രശ്നം, അത് ഈവൻ വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ വേണം എന്നുള്ള ആ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക. അവരുടെ ഒരു ഡീപ്പ് ലവ് ഇപ്പോൾ പുറത്തോട്ട് വരുന്ന ഒരു സമയമാണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകാം, അറിയിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇതും ഒരു യൂണിയൻ കാർഡ് തന്നെയാണ്. അവരുടെ ഒരു തിരിച്ചു വരവ് അവർ നിങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളടുത്ത് പറയുക. ഓക്കെ, പാർട്ട്ണർഷിപ്പ് കാർഡാണിത്. ഒരു ചോയ്സ് എടുക്കുകയാണ് അവർ. ഇത്രയും ദിവസം അവർ തേർഡ് പാർട്ടി അവരുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വാല്യുബിൾ ആണെന്ന് കരുതി മൂവ് ചെയ്തെങ്കിലും ഫസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിട്ട് ഇപ്പം നിങ്ങൾ അവിടെ വരികയാണ്, നിങ്ങളുടെ സ്ഥാനം വരികയാണ്. സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്.
പ്രതീക്ഷ കൊടുക്കുകയാണ്. എനിക്ക് ചെല്ലാൻ പറ്റും, എനിക്ക് അവിടേക്ക് കയറി ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ അവരിവിടെ കൊടുക്കുകയാണ്, ഹോപ്പ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പോസിറ്റീവ് കാർഡ്സ് ആണ് ഇത്രയും നേരം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ്. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. ഈവൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുമുള്ള ഒരു ഹീലിംഗ് ആണ്. ആൻഡ് അതുകൊണ്ടാണ് ഇതിവിടെ എഫക്റ്റ് ആവുന്നത് ഈ പേഴ്സണ്. ഓക്കെ, ഈ റീഡിംഗ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഈ പേഴ്സൺ വേണ്ട എന്ന് വെച്ച് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ എനർജി വിട്ട് കളഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾക്കാണ് കൂടുതൽ റെസനേറ്റ് ആവുക. അത് മറക്കാതിരിക്കുക. ചേസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഇത് റെസനേറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, കാരണം ഹീലിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും ഒരേപോലെ തന്നെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യണം. അതായത് ഈ ചേസിങ് ഒക്കെ നിർത്തിയിട്ട് മൂവ് ഓൺ ചെയ്ത് അവനവനിലേക്ക് കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴാണ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുക. സൺ കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫർമേഷൻ, നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അവർ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സിറ്റുവേഷൻ ബേസ് ചെയ്ത് മാത്രമാണ് അവരുടെ നിൽക്കുന്നത്. ഫസ്റ്റത്തെ കാർഡ് തന്നെ ആ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. മേ ബി ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. റീബർത്ത് ആണ് കാണിക്കുന്നത്. സെലിബ്രേഷൻ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ വിദേശത്തൊക്കെയുള്ള ഒരാളാണെങ്കിൽ നേരിട്ട് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്, അവർ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഇത്രയും നാളും ഇരുട്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വെളിച്ചം വരും. അതിനുള്ള ഒരു തീരുമാനം, ഒരു ചോയ്സ് അവർ എടുത്തു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവർ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾക്ക് സങ്കടം തന്നെങ്കിൽ, ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു ഇരുട്ട് തന്നെങ്കിൽ ഇനി സന്തോഷം തരാം, അല്ലെങ്കിൽ ഇനി ഒരു വെളിച്ചം തരാം, ഒരു ഹാപ്പിനെസ് തരാം എന്നുള്ളത്. നൈറ്റ് ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അടുത്ത് ഒരു ഫിസിക്കലി ഒക്കെ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡാണ്, റൊമാൻറ്റിക് കാർഡാണ്. നിങ്ങളുടെ അടുത്ത് വളരെയധികം പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. നമുക്ക് മിസ്സിങ് എനർജി കൂടുമ്പോഴാണ് ഒരു റൊമാൻറ്റിക് എനർജി വരിക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ലവേഴ്സ് കാർഡ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ പേഴ്സണ് എല്ലാ തരത്തിലും നിങ്ങളെ മിസ് ചെയ്യാം. നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ എത്രയും വേഗം എത്താൻ പറ്റും അത്രയും വേഗം എത്താം എന്നുള്ളൊരു മൈൻഡിലായിപ്പോൾ ഉള്ളത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുക, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് നാളായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഓക്കെ, പെട്ടെന്ന് എത്തുക, ഒരു ആക്ഷൻ എടുക്കുകയാണ് ഈ പേഴ്സൺ. ഇപ്പം അവർക്കൊരു നെഞ്ചിടിപ്പാണിത്. തീരുമാനം എടുക്കുന്തോറും അവർക്ക് നെഞ്ചിടിപ്പാണ്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഭാഗത്ത്, നിങ്ങൾ ഒരു ഭാഗത്ത്. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് തീരുമാനം എടുക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഒരു നെഗറ്റീവ് വരികയാണ്. ആൻഡ് ഇവിടെ 6 ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരാത്തതെല്ലാം ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുക, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക, ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഓക്കെ, ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുക. പ്രസൻസ് ആണ് മെയിനായിട്ടും. പ്രസൻസ് ആഗ്രഹിക്കുക, കാരണം നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നിലനിർത്തണം അവർക്ക്. അപ്പം ഇത്രയും നാളും സ്നേഹത്തിൽ നിങ്ങളാണ് കൂടുതൽ എഫേർട്ട് എടുത്തതെങ്കിൽ ഇനി നിങ്ങൾ എഫേർട്ട് എടുക്കണ്ട, ഞാൻ എഫേർട്ട് എടുത്തോളാം എന്നുള്ള രീതിയിലാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് മെയിൻലി നിങ്ങളുടെ പ്രസൻസ് വേണം, അവർക്ക് കൂടെ വേണം എന്നുള്ള രീതിയിലാണ്. ഇപ്പം അവർ ആക്ഷൻ എടുത്ത് വന്നിട്ടില്ല. ഇത്രയും മിസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മെസ്സേജ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ അറിയിക്കാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ആൻസർ. അതാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ, എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ആക്ഷൻ എടുത്തു എന്നുള്ള രീതിയിൽ കാണുന്നു. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക്, ഇതും പോസിറ്റീവ് കാർഡാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് 8 ഓഫ് വാൻഡ്സ് എന്ന കാർഡാണ്. ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് വരികയാണ്. മേലെ നിന്ന് വാൻഡ്സുകൾ വന്ന് വീഴുക. മേലെ നിന്നൊരു സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ വന്ന് പതിക്കുന്നത് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അത് കറക്റ്റ് ഇങ്ങനെ വന്ന് വീഴുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വാൻഡ്സ് കുത്തനെ വന്ന് പതിക്കുന്നത്, സ്പീഡായിട്ട് വന്ന് പതിക്കുക. അതായത് സ്പീഡായിട്ടൊരു ആക്ഷൻ നടക്കുകയാണ്. സ്വിച്ചിട്ട പോലെ ഒരു ചേഞ്ച് അവർക്ക് സംഭവിക്കുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരിക്കാം ഈ പേഴ്സണെ മാറ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഇത് കേട്ടിട്ട് നിങ്ങൾ എന്താക്കുക, അവരെ അങ്ങോട്ട് ചെന്നിട്ട് അപ്രോച്ച് ചെയ്യാതിരിക്കുക. ആ പേഴ്സൺ എത്തട്ടെ. ഓക്കെ, നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് മാത്രം കൊടുക്കുക. മാനിഫെസ്റ്റ് ചെയ്യുക, പ്രെയർ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അത്രയും കട്ട വെയിറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് കിട്ടും തന്നെയാണ് കാണുന്നത്. ക്വിക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്.
സ്പീഡ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. അതും ഡിലേ അല്ല, പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന എനർജി ഉള്ള ആളുകളാണെങ്കിൽ, എപ്പോഴും ഇങ്ങനെ കാത്തു പിടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഐ മീൻ നിങ്ങളുടെ എനർജി ഡൗൺ ചെയ്ത് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ആക്ഷൻസ് എടുത്ത് ഗൈഡൻസ് സ്വീകരിച്ച് മൂവ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഐ മീൻ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഇങ്ങനെ മാനിഫെസ്റ്റിൻ്റെ ഒക്കെ കറക്റ്റായി ഫോളോ ചെയ്യുന്ന ആളുകൾ, മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും നോക്കേണ്ടത് സെൽഫ് ലവ് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകും, കൂടുതൽ റെസനേറ്റ് ആകും. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു റീഡിംഗ് ആണ്. ടേബിൾ ചെറിയൊരു പണി തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ എടുത്തത്. ശരിയാക്കുന്നതാണ് ഉടനെ തന്നെ. റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.